നമസ്കാരം. വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. നിരന്തര അപകട മേഖലയായ ഓട്ടുപാറ നഗരഹൃദയ നവീകരണ പദ്ധതിക്കുമേൽ വൈദ്യുത വകുപ്പിന്റെ കനത്ത ഷോക്ക്. ബജറ്റിൽ അനുവദിച്ച 2 കോടി രൂപ ചിലവഴിക്കാനാകാതെ പൊതുമരാമത്ത് നിരത്ത് വിഭാഗം. പാതയോരത്തെ 3 ട്രാൻസ്ഫോർമറുകളും 25ഓളം വൈദ്യുത പോസ്റ്റുകളും മാറ്റി സ്ഥാപിക്കാൻ 1.5 കോടി രൂപ നൽകണമെന്ന് KSEB. മാറ്റി സ്ഥാപിക്കാൻ സ്ഥലവും അനുവദിച്ച് നൽകണമെന്നും ആവശ്യം. വടക്കാഞ്ചേരി പുഴപ്പാലം മുതൽ കുന്നംകുളം റോഡ് ജംഗ്ഷൻ വരെ നവീകരിക്കാൻ അനുവദിച്ചിട്ടുള്ളത് 2 കോടി മാത്രമെന്ന് അധികൃതർ. അപകടങ്ങൾ തുടർക്കഥയായ പാർലിക്കാട് വ്യാസ കോളേജ് സ്റ്റോപ്പിൽ സുരക്ഷാ മുൻകരുതലൊരുക്കി PWD. ഡിവൈഡർ നവീകരിച്ചു. ബസ് ബേ ഒരുക്കി. ഹസാർഡ് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചു. നടപ്പിലാക്കിയത് 3 ലക്ഷം രൂപയുടെ നവീകരണം. മുഖസൗന്ദര്യത്തെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ രാമവർമ്മപുരം ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് നാടിനെ ഞെട്ടിക്കുന്ന വാർത്ത. 15-കാരൻ 17 വയസ്സുകാരനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊന്നു. ഉത്തർപ്രദേശ് സ്വദേശിയായ അങ്കിത്താണ് മൃഗീയ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടത്. ഉറങ്ങിക്കിടക്കുന്നതിനിടയിലാണ് ചുറ്റിക മർദ്ദനം. കെയർടേക്കർമാർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. അന്വേഷണം പ്രഖ്യാപിച്ചു. വീഴ്ച കണ്ടെത്തിയാൽ കർശന നടപടി. കേരളീയ കലയുടെ ആസ്ഥാനമായ കേരള കലാമണ്ഡലത്തിൽ നിന്ന് പുതിയ ചരിത്രം. ഐതിഹാസിക ചുവടുവെപ്പുമായി RLV രാമകൃഷ്ണൻ. കലാമണ്ഡല ചരിത്രത്തിലെ ആദ്യ മലയാളി നൃത്ത അധ്യാപകനായി രാമകൃഷ്ണൻ ചുമതലയേറ്റു. ഭരതനാട്യ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായാണ് രാമകൃഷ്ണന്റെ പുത്തൻ നിയോഗം. കലാമണ്ഡലത്തിന്റെ തുടക്കകാലത്ത് നൃത്ത അധ്യാപകരായി പ്രവർത്തിച്ചത് തമിഴ്നാട് സ്വദേശികളായ ARR ഭാസ്കറും രാജരത്നവും. വടക്കാഞ്ചേരി മണ്ഡലത്തിൽ BJPക്ക് പുത്തൻ നേതൃത്വം. വിനാലൂർ കണ്ണങ്ങത്ത് വീട്ടിൽ രഞ്ജിത്ത് ഇനി ഭാരതീയ ജനതാ പാർട്ടിയെ നയിക്കും. പാർട്ടി ഏൽപ്പിച്ച ദൗത്യം വലിയ അംഗീകാരമെന്ന് രഞ്ജിത്ത് വീണയൻ ന്യൂസിനോട്. മുൻ പ്രസിഡന്റ് നിത്യാസാഗർ ചുമതല കഴിഞ്ഞു. കൈപ്പറമ്പ് പഞ്ചായത്ത് ഭരണസമിതിയുടേത് വികസന വിരുദ്ധ ജനദ്രോഹ നയങ്ങളാണെന്ന ആരോപണം. പഞ്ചായത്തിന്റെ മുന്നേറ്റം അപ്പാടെ തകർത്തുവെന്നും കുറ്റപ്പെടുത്തൽ. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന സദസ്സ് സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അനകത്ത് ഉദ്ഘാടനം ചെയ്തു. പോളണ്ടിൽ മികച്ച ജോലിയും ഉയർന്ന ശമ്പളവും വാഗ്ദാനം ചെയ്ത് തെക്കുംകര കുത്തുപാറ കുട്ടനല്ലൂർ സ്വദേശികളായ യുവാക്കളെ റഷ്യൻ കൂലിപ്പട്ടാളത്തിലെത്തിച്ച റിക്രൂട്ടിംഗ് തട്ടിപ്പുകാർക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി. കുത്തുപാറ സ്വദേശി ജെയിനിന്റെ പിതാവ് കുര്യൻ, തയ്യൂർ സ്വദേശി സിബി, എറണാകുളം സ്വദേശി സന്ദീപ് തോമസ്, ചാലക്കുടിക്കാരൻ സുമേഷ് ആന്റണി എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണമെന്ന ആവശ്യം. ഇനി ആരും തട്ടിപ്പിനിരയാകരുതെന്ന നിവേദനത്തിൽ പ്രധാന ആവശ്യം. ആരോഗ്യവകുപ്പിൽ 570 തസ്തികകൾ അനുവദിച്ച സംസ്ഥാന സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ആഹ്ലാദ പ്രകടനം. KGOA സംസ്ഥാന കമ്മിറ്റി അംഗം PS ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പാതിരിക്കോട്ടുകാവ് ഭരണിവേലയുടെ ആഹ്ലാദ നിറവിലേക്ക് മുണ്ടത്തിക്കോട്. വടക്കമുറി വിഭാഗം കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കോമരം മാരാത്ത് വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. കല്ലടി ശ്രീപൂർണ്ണ പുഷ്പകല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നെയ്യഭിഷേകം ഭക്തിസാന്ദ്രം. മേൽശാന്തി അരവൂർ കൊട്ടാരം വാസുദേവൻ എമ്പ്രാന്തിരി കർമ്മ്യനായി. മുണ്ടത്തിക്കോട് സെന്ററിൽ കടന്നൽ ആക്രമണം. തരകൻസ് റോയൽ ബേക്കറിയിലേക്ക് ഇരച്ചെത്തിയ കടന്നൽ കൂട്ടം ഉടമ റാഫിയെ കുത്തി പരിക്കേൽപ്പിച്ചു. കടയ്ക്കുള്ളിൽ കുത്തേറ്റ അബോധാവസ്ഥയിലായ റാഫിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ചികിത്സ നൽകി. കടന്നലുകളെ തുരത്തുന്നതിനിടെ മറ്റൊരാൾക്കും പരിക്കേറ്റു. അക്കരപ്പുറത്ത് ബൈക്കിൽ നിന്ന് വീണ പോലീസ് ഓഫീസർ മരിച്ചു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ 9ാമത് തൃശൂർ റവന്യൂ ജില്ലാ സമ്മേളനത്തിന് വടക്കാഞ്ചേരി വേദി. 17, 18 തീയതികളിൽ സമ്മേളനം. പ്രതിപക്ഷ മുൻ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. പ്രകടനവും പൊതുസമ്മേളനവും നടക്കും. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ജാഥയ്ക്ക് വെള്ളിയാഴ്ച വൈകിട്ട് വടക്കാഞ്ചേരിയിൽ സ്വീകരണം.